ഇതിനകത്ത് ശരിയും തെറ്റും നിങ്ങൾക്ക് സൈഡിൽ ഇങ്ങനെ ചോദിക്കാം, പക്ഷേ അതിന് ഉത്തരം ഞാൻ തരാം. ലക്ഷക്കണക്കിന് രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഒരു ചെറിയ പെൺകുട്ടി ഒരു ബിസിനസ് തുടങ്ങി കുറച്ചു പേർക്ക് ജോലിയും കൊടുത്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ പണം തട്ടിക്കൊണ്ട് പോകുമ്പോഴുള്ള വേദന ഈ ബിസിനസ് ചെയ്തവർക്ക് മാത്രമേ ബുദ്ധിമുട്ട് വരൂ. കാരണം നമ്മുടെ കയ്യിൽ നിന്നൊരു 10,000 രൂപ പോയാൽ എൻ്റെ തൊഴിലാളികളാണ് എടുത്തിരിക്കുന്നത്, തൊഴിലാളി ആദ്യം എനിക്ക് ചോദിക്കണമല്ലോ, ചോദിക്കാതെ നമുക്ക് പറ്റത്തില്ല. പിന്നെ ചോദിക്കുന്ന രീതികൾ, നമ്മളിൽ പലരും പല തരത്തിൽ ജനിച്ചു വളർന്നും പല സാഹചര്യത്തിൽ വളർന്നവരാ. നമ്മൾ ഓരോരുത്തരും ഓരോ രീതിയിൽ ചോദിക്കും. പണം പോകുമ്പോൾ സ്വാഭാവികമായും നിങ്ങൾ ആരാണെന്ന് നിങ്ങളുടെ മനസ്സിനോട് ചോദിക്കുക. നിങ്ങളുടെ വീട്ടിൽ നിന്നോ നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നോ പണം കൊണ്ടുപോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആദ്യം ചോദിക്കും. അല്ല നേരെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോകില്ല, കാരണം ഇവരാണോ എടുത്തിരിക്കുന്നത്, എത്രയാണ് എടുത്തിരിക്കുന്നത്, നമുക്കൊരു ഏകദേശം ധാരണ വേണ്ടേ. നമുക്ക് ധാരണ കിട്ടാൻ നമ്മളെങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോവുക? വെറുതെ ഒരാൾക്ക് പരാതിയുമായിട്ട് പോകാൻ പറ്റൂ? എന്നിട്ട് പോലും ഞങ്ങൾ പോയില്ല. കാരണം ആദ്യം ഇവർ ചെറുതായിട്ട് ഇവർ സമ്മതിക്കുന്നുണ്ട്, ഞങ്ങൾ ഇത്ര എടുത്തു അത്ര എടുത്തു എന്ന്. കുറേ കഴിഞ്ഞ് ഇവരുടെ ഫോൺ വാങ്ങിച്ച് നോക്കുമ്പോഴാണ് ഡിജിറ്റൽ ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നത്. അതായത് എല്ലാം QR കോഡ് ഉപയോഗിച്ച് ഇവരുടെ ഇതിലോട്ട് പോയിരിക്കുന്നു. ആദ്യം ഒരു കുട്ടി വാങ്ങിക്കും, ആ കുട്ടി 2 പേർക്ക് ഷെയർ ചെയ്തിരിക്കുന്നു. വീണ്ടും അടുത്ത കുട്ടിയുടെ ഫോണിലാണ് വാങ്ങിച്ചിരിക്കുന്നത്, ആ കുട്ടിയുടെ നിന്ന് ഈ കുട്ടികൾക്ക് ഷെയർ ചെയ്തിരിക്കുന്നു. ഇത് മുഴുവൻ ഇവരുടെ ഫോണിലെ GPayയുടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിക്കകത്ത് കിടക്കുക. അപ്പം നമ്മൾ ഇവർക്ക് ചോദിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല.